ഹായ്, നമുക്കിന്ന് ഒരു തയ്യൽ മെഷീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഏത് ടൈപ്പ് തയ്യൽ മെഷീനാണ് വാങ്ങേണ്ടത്, ഏത് ബ്രാൻഡാണ് വാങ്ങേണ്ടത്, എത്ര രൂപയാകും, അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് എന്ത് ആവശ്യത്തിനാണ് തയ്യൽ മെഷീൻ എന്നതാണ്. അതായത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് സ്റ്റിച്ച് ചെയ്യാനാണോ, അതോ നമുക്ക് പുറത്ത്, അതായത് നമ്മളൊരു ഏണിങ്സിന് വേണ്ടിയിട്ടാണോ, ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മളൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങാവൂ. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് തയ്യൽ മെഷീൻസ് ആണ് ഉള്ളത്: പെഡൽ മെഷീൻ, ടേബിൾ ടോപ്പ്, ഇൻഡസ്ട്രിയൽ മെഷീൻ. ഇതിൽ ഏതാണ് നമുക്ക് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ആദ്യം നമുക്ക് പെഡൽ മെഷീനെ കുറിച്ച് നോക്കാം. അതായത് നമ്മൾ തയ്യൽ പഠിക്കുന്നവരാണ്, നമ്മൾ ആദ്യമായിട്ട് തയ്യൽ പഠിക്കുകയാണ്, നമ്മുടെ വീട്ടാവശ്യത്തിനും നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പെഡൽ മെഷീൻ ചൂസ് ചെയ്താൽ മതിയായിരിക്കും. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഷീനാണ്. 6000 മുതൽ 13,000 രൂപയ്ക്കകത്താണ് നമുക്ക് ഈ മെഷീന്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമുക്കിത് ഇലക്ട്രിസിറ്റി ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് കേട്ടോ. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്കത് ചവിട്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു പണി വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാവുന്നേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്താൽ തന്നെയും അധികം പൈസ നമ്മുടെ കയ്യിൽ നിന്നാകില്ല, ചിലവ് വളരെ കുറവാണ്. പിന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാത്ത സൗണ്ടാണ്, എന്നുവെച്ചാൽ നല്ല ശബ്ദമാണ്. പിന്നെ നമുക്ക് ലിമിറ്റഡ് സ്പീഡാണ്, നമുക്ക് നല്ല വേഗത്തിൽ അത് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്ക് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഇനി നമുക്ക് ടേബിൾ ടോപ്പ് മെഷീനെ കുറിച്ച് നോക്കാം. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഏകദേശം ഒരു 8,000 രൂപ മുതൽ ഒരു 60,000 സംതിങ് വരെ പ്രൈസിനിടയ്ക്കുള്ള മെഷീൻസ് ഉണ്ട്. ഇതിന്റെ സ്റ്റിച്ചിന്റെ എണ്ണം അനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വ്യത്യാസം വരുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്റ്റിച്ച് മാത്രം നമ്മൾ വാങ്ങിയാൽ മതി. ഇത് പോർട്ടബിൾ ആണ് മെഷീൻ, നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അലമാരയിൽ വെച്ച് പൂട്ടാൻ പറ്റും, നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും, കയ്യിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെയുള്ള മെഷീനാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചസ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഫുട്ട് നമുക്ക് ഒരുപാടെണ്ണം അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടും. ഈ മെഷീൻ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറെ ഫുട്ട് കിട്ടും. അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. സ്പേസ് വളരെ കുറച്ച് മതി. പിന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് ഹീറ്റ് ആകും. മെഷീൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 2 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഏകദേശം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നിർത്തി വെക്കേണ്ടി വരും. ടേബിൾ ടോപ്പ് മെഷീന്റെ സ്റ്റിച്ചിങ് ടേബിളിന് ഹൈറ്റ് കൂടുതലാണ്. ഇതിന്റെ വലിയൊരു നെഗറ്റീവ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. മറ്റുള്ള മെഷീൻ പോലെ നമുക്ക് ഈസി ആയിട്ട് വെച്ച് തയ്ച്ച് പോകാൻ പറ്റില്ല. പിന്നെ അത് പ്രാക്ടീസ് അനുസരിച്ച് ശരിയായി വന്നോളും, പക്ഷെ എന്നാലും പെട്ടെന്ന് നമുക്ക് റെഡിയായി വരില്ല. അതേപോലെ തന്നെ ലിമിറ്റഡ് സ്പീഡാണ്, നല്ല ഹൈ സ്പീഡായിട്ടൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്പീഡ് കുറവാണ്. തയ്യൽ പഠിക്കുന്നവർക്കും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ മെഷീൻ വാങ്ങാവുന്നതാണ്. ചെറിയ ഷോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ലോക്ക് മെഷീനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ബട്ടൺ ഹോള് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെഷീൻ വാങ്ങിക്കാവുന്നതാണ്. നെക്സ്റ്റ് മൂന്നാമതായിട്ട് വരുന്ന ടൈപ്പ് മെഷീൻസ് ആണ് ഇൻഡസ്ട്രിയൽ മെഷീൻസ് അഥവാ പവർ മെഷീൻസ്. ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ബൊട്ടിക്ക്, അതേപോലെ തന്നെ ഒരു യൂണിറ്റ്, സ്റ്റിച്ചിങ് യൂണിറ്റ്, പിന്നെ ഒരു ചെറിയ ടൈലറിങ് ഷോപ്പ്, പിന്നെ അതേപോലെ നമുക്ക് ഡിസൈനിങ് സെന്റർ, ഇതുപോലെയൊക്കെയുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയൽ മെഷീൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിന് നല്ല ഹൈ സ്പീഡാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറ്റുള്ള മെഷീനിൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സാധനം ഇതിന് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ ഫിനിഷിങ് പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഒക്കെ വരുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത ഇതിന് സൗണ്ട് ഇല്ല, സൗണ്ട് വളരെ കുറവാണ്. നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള സൗണ്ട് ഇതിൽ നിന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനുണ്ടാകുന്ന ഫുഡ് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഫുഡ് ഒരുപാട് നമുക്ക് ചേഞ്ച് ചെയ്തിടാൻ പറ്റും, മേടിക്കാൻ കിട്ടും, ഒരുപാട് ഫുഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. 23,000 മുതലാണ് ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത്. പഠിക്കുന്നവർക്ക് ഒരിക്കലും ഇത്, പഠിച്ചു തുടങ്ങുന്നവർക്കും വീട്ടാവശ്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇതിന്റെ ആവശ്യമില്ല. അതേപോലെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലിയൊരു ക്വാളിറ്റിയാണ് ഇത്. 24 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് കറണ്ടൊന്നും ഇതിന് വേണ്ടി വരില്ല. പക്ഷെ നമുക്കിത് ഒരുപാട് ടൈം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അടിപൊളി ഫിനിഷിംഗ് ആണ്. റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കാം. നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സ്പേസ് കാണും. നമ്മൾ സ്പേസ് ഹാൻഡിൽ ചെയ്യാൻ പാടാണിത്. പിന്നെ ഇതിനൊരു പണി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ചിലവാകും.
പെഡൽ മെഷീൻ ആണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നതെങ്കിൽ ഉഷ, സിംഗർ ഇതേപോലെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ടേബിൾ ടോപ്പ് ആണ് വാങ്ങുന്നതെങ്കിൽ ഉഷ ജെനോ മല്ലിയർ ഉണ്ട്. ഉഷയുടെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ. ഉഷയുടെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഉഷയുടെ ബ്രാൻഡ് വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പവർ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ജാക്ക്, ജുക്കി, ഉഷ, ബ്രദർ, സിരുബ, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ജാക്കിന്റെ തന്നെ A to B എന്നൊരു മെഷീൻ ഉണ്ട്. ശരിക്കും ഇത് ഓട്ടോമാറ്റിക് കട്ടർ വരുന്നതാണ്. അതായത് നമ്മൾ ത്രെഡ് തനിയെ കട്ടാവും. നമ്മൾ പ്രത്യേകിച്ച് കട്ട് ചെയ്യേണ്ട കാര്യമില്ല അതിനകത്ത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.